ഹലോ ഫ്രണ്ട്സ്, ഞാൻ മഹിമ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സോർ സോപ്പിനെ കുറിച്ചാണ്. സോർ സോപ്പ് എന്നും ഗ്രാവിയോള എന്നും അറിയപ്പെടുന്ന ഈ ഫ്രൂട്ടിന്റെ സയന്റിഫിക് നെയിം അനോന മുരിക്കാറ്റ എന്നാണ്. മലയാളത്തിൽ മുള്ളാത്ത എന്നും മുള്ളൻ ചക്ക എന്നും അറിയപ്പെടുന്ന ഈ ഫ്രൂട്ടിന്റെ നേറ്റീവ് പ്ലേസ് അമേരിക്കയാണ്. അധികം ചൂടും തണുപ്പുമില്ലാത്തൊരു ക്ലൈമറ്റിലാണ് ഇത് കൂടുതലായിട്ടും വളർന്ന് കാണാറുള്ളത്. നല്ല ഗ്രീൻ കളർ ഔട്ടർ സർഫസും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള മുള്ളുകളും കാണാം. ഉള്ളിൽ വൈറ്റ് കളർ ഫ്ലഷും അതിനകത്ത് ബ്ലാക്ക് സീഡ്സുമാണുള്ളത്. ഇത്തിരി പുളിയും മധുരവും മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സോർ സോപ്പ് എന്ന് വിളിക്കുന്നത്. ഒരുപാട് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണിത്. വിറ്റാമിൻ സി, പൊട്ടാസ്യം, മഗ്നീഷ്യം അങ്ങനെ 20ലേറെ ന്യൂട്രിയൻസ് ഇതിലുണ്ട്. ഈ ഫ്രൂട്ടിലുള്ള അസറ്റോജനിന് ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നു. സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് അല്ലെങ്കിലും ഈ ഒരു കാരണത്താൽ ക്യാൻസറുള്ള കുറേ പേര് ഇത് കഴിക്കുന്നുണ്ട്. ഈ ഫ്രൂട്ടിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ളതിനാൽ ഇത് വേദനയ്ക്കും ഒക്കെ ഒരു പരിഹാരം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർത്രൈറ്റിസ് ഉള്ളവരൊക്കെ ഇത് കഴിക്കാറുണ്ട്. ഈ ഫ്രൂട്ടിലുള്ള ട്രിപ്റ്റോഫാൻ വളരെ സുഖമായിട്ടുള്ളൊരു ഉറക്കത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫൈബ്രസ് കണ്ടൻ്റ് ഉള്ളൊരു ഫ്രൂട്ട് ആയതുകൊണ്ട് നമ്മുടെ ഡൈജഷനെ അത് ഇമ്പ്രൂവ് ചെയ്യും. ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഫ്രൂട്ടിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. കണ്ണിനുണ്ടാകുന്ന ഇൻഫെക്ഷൻസും അസ്വസ്ഥതകളും ഒക്കെ പരിഹരിക്കാൻ ഈ ഫ്രൂട്ട് നല്ലതാണ്. ഇത്രയധികം ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ ഫ്രൂട്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നുണ്ട്. എന്നാൽ ചില നെഗറ്റീവ്സ് കൂടി ഈ ഫ്രൂട്ടിനുണ്ട്. സോർ സോപ്പ് കുറച്ച് അസിഡിക് ആയതുകൊണ്ട് തന്നെ അസിഡിറ്റി ഉള്ളവരും അൾസർ ഉള്ളവരുമൊന്നും ഇത് അധികമായിട്ട് കഴിക്കാൻ പാടില്ല. അതുപോലെ വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രമേ നമ്മൾ ഈ ഫ്രൂട്ട് കഴിക്കാൻ പാടുള്ളൂ. ഈ ഫ്രൂട്ട് ക്യാൻസറിനെ പ്രതിരോധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ അത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് അല്ല. ബ്ലാക്ക് കളറിലുള്ള അതിൻ്റെ സീഡ്സ് എഡിബിൾ അല്ല, കാരണം അതിനൊരു ടോക്സിക് എഫക്റ്റ് ഉണ്ട്. അനോനാസിൻ എന്നുള്ളൊരു കോമ്പൗണ്ട് ഇതിലുള്ളത് കൊണ്ട് അത് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഇത് ഫൈബ്രസ് ആയതുകൊണ്ട് ഒരുപാട് കഴിച്ചാൽ പ്രശ്നമാണ്. സോ ഒരുപാട് ഗുണങ്ങളും കുറച്ച് ദോഷങ്ങളുമുള്ള ഒരു ഫ്രൂട്ടാണ് സോർ സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ലിമിറ്റിൽ വളരെ കുറച്ച് എമൗണ്ടിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അധികം കഴിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇതാണ് സോർ സോപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. നല്ല ടേസ്റ്റും ഒരുപാട് ബെനിഫിറ്റ്സുമുള്ള ഒരു ഫ്രൂട്ടാണ് സോർ സോപ്പ്.